ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സമയം ഇപ്പോൾ 6 മണിയാണ് കേട്ടോ. അമ്മ ഇന്ന് ചാച്ചൻ്റെ 6ാം ചരമവാർഷികമാണ്. ചാച്ചൻ എന്ന് പറയണത് എൻ്റെ ചാച്ചട്ടോ, എൻ്റെ അമ്മയുടെ അച്ഛൻ. അപ്പോൾ അമ്മ ബലിയിടാൻ പോവുകയാണ്. അപ്പോൾ ഇന്ന് ബേബി കുട്ടിക്ക് ഓണം സെലിബ്രേഷനാണ് കേട്ടോ. ഞങ്ങൾ നേരത്തെ എണീറ്റു അതുകൊണ്ട്. അപ്പോൾ നേരത്തെ അവൾ എണീറ്റ് വന്ന് ഞാൻ ചോദിച്ചു എന്തിനാ ഇത്ര നേരത്തെ എണീറ്റ് എന്ന്. അപ്പോൾ അവൾ പറഞ്ഞു അവൾക്ക് എങ്ങടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങനെ നല്ല ഉടുപ്പൊക്കെ ഇടണം, നല്ല ഒരുങ്ങണം എന്നുള്ള ദിവസമൊക്കെ നേരത്തെ എണീക്കും കേട്ടോ. പിന്നെ വേദിട്ട് നല്ല ഉറക്കമായിരുന്നു. ഞാൻ റെസ്റ്റ് എടുത്തതാണ്. പിന്നെ ഞാൻ അമ്മയും ഏട്ടനൊക്കെ പോയതുകൊണ്ട് ഞാൻ വേഗം ചായക്ക് വെള്ളം വെച്ചു. അതുപോലെ തന്നെ ചുക്കുവെള്ളം ഉണ്ടായിരുന്നില്ല, ചുക്കുവെള്ളം വെച്ചു. ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ അമ്മ വന്നിട്ട് ഉണ്ടാക്കി. ഇന്ന് പിന്നെ ലഞ്ച് കൊണ്ടുപോകാത്ത കാരണം കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ഇതാ പുളിയിഞ്ചി കേട്ടോ, അമ്മ ഇന്നലെ ഉണ്ടാക്കി വെച്ചതാണ്. ഓണക്കായിൽ ഞങ്ങൾ ഇന്ന് മേടത്തൂർ പോട്ടോ. ഓണം ഉച്ചയ്ക്ക് ഓണത്തിന് അവിടെയാവും, പിന്നെ ഇങ്ങോട്ട് വരും. പിന്നെ ഞാൻ എണീറ്റിട്ട് പല്ലൊക്കെ തേച്ചു. എൻ്റെ ചാച്ചൻ്റെ ഫോട്ടോ ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആൾ റിട്ടയർഡ് SI ആണേ. അതായിരിക്കുന്നു ചാച്ചനും അമ്മമ്മയും കേട്ടോ. പിന്നെ ഇതാ ഞങ്ങൾ രാവിലെയൊക്കെ ആയപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ബേബിയോട് പറഞ്ഞു നമുക്കൊരു റീൽ ഷൂട്ട് ചെയ്യാണ്ട്. അപ്പോൾ മേലൊക്കെ കഴുകി വന്നിട്ട് ഒന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് സ്നാക്സിനുണ്ടായിരുന്നത് എന്താ ബേബു സ്നാക്സിനുണ്ടായിരുന്നത്? പാപ്പ ബിസ്ക്കറ്റായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സാധനങ്ങൾ, മേക്കപ്പ് സാധനങ്ങൾ. അതിൽ ലോഷനൊന്നും തേച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ കുളിച്ച് വന്നപ്പോഴേക്കും വേദു എണീറ്റു. വേദു അപ്പോൾ ഹായ് തരികയാണ്, ഉമ്മ തരികയാണ്. അങ്ങനെ ക്യാമറ കണ്ടാൽ പിന്നെ അവൻ എന്താ തരേണ്ടതെന്ന് അറിയില്ല. പിന്നെ അവളുടെ ബ്ലൗസ്, പട്ടുപാവടയുടെ ബ്ലൗസ് ഉണ്ടായിരുന്നു, അത് വേഗം പോയി വാങ്ങാൻ പോയതാട്ടോ. അതൊന്ന് റെഡിയാക്കാൻ ഉണ്ടായിരുന്നു, ഒന്ന് തുന്നാനുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രിയമ്മയുടെ അടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ അത് വാങ്ങാനാണ് അവൾ ഓടുന്നത്. ബേയിലേക്ക് കഴിഞ്ഞിട്ട് അവൾ വേഗം ഓടി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് അല്ല ചായയൊക്കെ കുടിച്ചു, ചായ ഉണ്ടാക്കിയത് കുടിച്ചു. പിന്നെ ഇതാണ് അവളുടെ ഔട്ട്ഫിറ്റ് കേട്ടോ, പട്ടു പാവാടയുടെ പാവാടയും പിന്നെ ഒരു ബ്ലൗസും. പിന്നെ ഞങ്ങളെല്ലാം കഴിഞ്ഞ് റെഡിയായി വന്ന കോലമാണിത്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല സുന്ദരി കുട്ടിയായില്ലേ ബേബി കുട്ടി? മുടിയൊക്കെ ഞാൻ നല്ല അടിപൊളിയാക്കി. എനിക്ക് നല്ല സാറ്റിസ്ഫാക്ഷനായി അവളുടെ കാര്യത്തിൽ. ഇന്ന് എനിക്ക് നല്ല സുന്ദരിയായിട്ട് തോന്നി. അത് എൻ്റെ കുട്ടിയായതുകൊണ്ട് പറയല്ല കേട്ടോ. ടോട്ടലി നമ്മളൊരു നല്ലൊരു ഭംഗിയില്ലേ ഒരു കുട്ടീനെ കാണുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതാക്കുക. പിന്നെ ഏട്ടൻ മുല്ലപ്പൂവൊക്കെ 2 മുഴ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വെച്ച് കൊടുത്ത് നല്ല അണിഞ്ഞൊരുങ്ങി കുറേ റീൽസൊക്കെ ഞങ്ങളിന്ന് ഷൂട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ ഫോട്ടോസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അവൾ ലാസ്റ്റ് ഒരുങ്ങിയിട്ടുള്ള കോലാണിത്. എങ്ങനെയുണ്ട് ഫ്രണ്ട്സിന്? ഇഷ്ടമായില്ലേ നിങ്ങൾക്ക്? മുല്ലപ്പൂവൊക്കെ വെച്ചു, അതുപോലെ തന്നെ മുടി മുടഞ്ഞിട്ടുണ്ട്. മാല ഇങ്ങനെ സൈഡ് ഇതാക്കിയിട്ട് വെച്ചിരിക്കുകയാണ്. മാല ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇതായിട്ടുണ്ടായിരുന്നു, അത് ശരിയാക്കിയായിരുന്നു കേട്ടോ ഞാൻ. അപ്പോൾ അവളിങ്ങനെ ഓരോന്ന് പറയായിരുന്നു. അത് കഴിഞ്ഞ് വേദുവിനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുഖം കഴുകി കൊടുത്തു. അതുപോലെ തന്നെ ആകെ കൂടി ഇന്നൊരു ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുക ബ്യൂട്ടീഷ്യന്മാരൊക്കെ നേരത്തെ മേക്കപ്പ് ചെയ്യണത് വെറുതെ അല്ലാന്ന്. കാരണം ഒരുപാട് ടൈം വേണം. ഈ ചെറിയ മേക്കപ്പിന് പോലും ഞങ്ങൾക്ക് കുറേ ടൈം എടുത്തു. പിന്നെ ഇവനെ വെച്ചിട്ട് ചെയ്യണ്ടേ. അപ്പോൾ ഞാനത് വീഴാൻ പോയപ്പോൾ അവൾ ചിരിച്ചതാട്ടോ. ഞാൻ പറഞ്ഞു ആടി ചിരിക്ക്, അമ്മ വീഴാൻ പോകുമ്പോൾ ചിരിക്കല്ലേ ഇത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവളൊരു ചുമ പാസ് ചെയ്തു. പിന്നെ അവർ 2 പേരും കൂടിയിട്ട് അവിടെ വന്നിട്ട് അപ്പുറത്തേക്ക് കടന്നിട്ട് പ്രിയമ്മയുടെ വീട്ടിൽ നിന്ന് പൂവിട്ടത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പുറത്തുനിന്ന് വാങ്ങി പറഞ്ഞു പൂവ്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ നമ്മൾ ഒരാളേനെ ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ എന്നും കാണുന്ന ഒരാളാണ്, നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് എന്നും ഇടുന്ന ആളാണ്, നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണ ആളാണ്. ആ വിശിഷ്ട അതിഥിയെ ഞാൻ ഇതാ കാണിക്കുന്നു. ഇതാണ് ആൾ, പ്രിയച്ചമ്മയുടെ ഹസ്ബൻഡാണ്. രാമൻ കുട്ടി എന്നാണ് പേര് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് യൂട്യൂബിൽ ഞാൻ പെടുത്തും പറഞ്ഞപ്പോൾ സന്തോഷമായി കേട്ടോ. അതാണ് അല്ല ഞാൻ പറയണത്. വേദു ഇവിടെ മാമ വന്നപ്പോൾ മാമ പച്ചക്കറിയൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്, അത് പറയാൻ വേണ്ടി എന്നോട് പറയുകയാണേ. അപ്പോൾ പിന്നെ പൂവിൻ്റെ അടുത്ത് നിന്നിട്ട് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് അതിൻ്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരുന്നുണ്ട് ഫോട്ടോസൊക്കെ. അപ്പോൾ ഇന്നൊരു ഓണം സെലിബ്രേഷനാണ് ഇവരുടെ സ്കൂളിൽ. സദ്യയൊന്നുമില്ല, 12:30 വരെയുള്ളൂ. പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നു. അപ്പോൾ പ്രിയമേമ പറഞ്ഞു ഇന്നെ എടുക്കണ്ട പറഞ്ഞു. പ്രിയമേമ റെഡി ആയിട്ടൊന്നുമില്ല പറഞ്ഞു. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് എല്ലാം എടുത്തു. പിന്നെ കുറേ പേര് അവിടെ കുറേ പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നും അമ്പലത്തിൽ നിന്ന് വരുന്ന ടീംസാണ് കേട്ടോ. അത് അപ്പൂപ്പന്മാർ എന്നും വേദുവിനോട് ഓരോന്ന് വർത്താനം പറയും. എന്നും ഉണ്ട്, എന്നും അവർ വരും, അവരോട് ഓരോന്ന് വർത്താനം പറയും, ചോദിക്കും. അപ്പോൾ അപ്പൂപ്പ പറഞ്ഞിട്ടിരിക്കും കേട്ടോ. അതുപോലെ തന്നെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവർ പോയല്ലോ. അപ്പോൾ അപ്പുറത്ത് മാമ വരുന്നുണ്ട്. അവരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 7 മണിയാകുമ്പോഴേക്കും അവരെത്തി. അപ്പോൾ മാമ വാടക പോവുകയാണ്. അത് കണ്ടിട്ട് അവൻ മാമ എന്ന് പറയായിരുന്നു. മാമ ശ്രദ്ധിച്ചില്ല. മാമയ്ക്ക് അപ്പം എന്തോ കോള് വന്നുകൊണ്ട്.
പിന്നെ അതാ ഞങ്ങളൊക്കെ റെഡിയായി. പിന്നെ അവൾക്ക് ബസ് വന്നു, അവൾ ബസ് കയറി പോയി. അതൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഒരു വീഡിയോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ഓണത്തിൻ്റെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കുട്ടമാമ അതാ പോണു കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പ്രിയമ്മയുടെ ഹസ്ബൻഡ് അതാ പോണു. ആൾക്ക് കറുവത്തൂരാണ് ജോലി. പിന്നെ ഇതാ ബസ് വന്നു. ബസ്സിൽ നിന്ന് കളർഫുള്ളായിരുന്നു കേട്ടോ കുട്ടികളൊക്കെ. നല്ല അടിപൊളിയായിരുന്നു കുട്ടികൾ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ടീച്ചർ അത് അവിടെ ഇരിക്കുന്നുണ്ട്, നോക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ അവർക്ക് എന്നും യൂണിഫോം അല്ലേ, അപ്പോൾ കളർ ഡ്രസ്സ് ഇട്ട് പോകുമ്പോൾ അതൊരു കൗതുകം തന്നെയായിരിക്കുമല്ലോ കുട്ടികൾക്ക്. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്നിട്ടേക്ക് ബായൊക്കെ തരുന്നുണ്ട് കേട്ടോ വേദുട്ടനെ കണ്ടിട്ട്. അപ്പോൾ എന്താണെന്നൊക്കെ നോക്കുക ആൾക്കാർ. പിന്നെ ഞാൻ എന്താ അവിടെയൊക്കെ ഒന്ന് വെറുതെ എടുത്തിട്ട് വീട്ടിലേക്ക് പോയി. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാൻ ബേബിക്കുട്ടിയുടെ കുറച്ച് നല്ല നല്ല ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബസ് നേരത്തെ വന്നു എന്ന് ഞാൻ പറയായിരുന്നു കേട്ടോ, കാരണം ഈ MES പോയിട്ടാണ് മറ്റേത് വരാറ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്, ബായ്. ഫോട്ടോസ് കണ്ടോളൂ.